ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, റയർ റൂട്ട്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ കഥ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വാഹനത്തെ പറ്റിയൊരു കഥയാണ്. അതായത് ഈ വാഹനം, അത് ഈ വണ്ടി, ഞാൻ ഇപ്പോൾ ഇരിക്കണ ആ വണ്ടിക്കകത്താണ് ഫോക്സ് വാഗൺ പോളോ. ഈ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദർ ഇൻ ലോൻ്റെ വണ്ടിയാണ്. അതായത് എൻ്റെ വൈഫിൻ്റെ അപ്പൻ. അപ്പോൾ പപ്പ വളരെ ഇഷ്ടപ്പെട്ട് റോണക്ക്, അതായത് എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിനെ കാണിച്ചു കൊടുത്തൊരു വണ്ടിയാണിത്, പോളോ ഫോക്സ് വാഗൺ. അങ്ങനെ ഈ വണ്ടി ഫസ്റ്റ് ടൈം കാണുന്നത് റോമേനെ പെണ്ണ് കാണാൻ പോയപ്പോഴാണ് ഈ വണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ റോമനെയും കണ്ട് ഞാൻ ഈ വണ്ടിയും കണ്ടു. വേറെ ഇനോവയുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി കണ്ട് എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചെങ്കിൽ വലിയ മോഡിഫൈഡ് ഒന്നുമല്ല കേട്ടോ, സാധാരണ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ പോളും. പക്ഷെ നമ്മൾ ഈ വണ്ടി പ്രാന്തന്മാർക്ക് ഈ സ്റ്റോക്ക് കണ്ടീഷൻ കണ്ടാലും എന്തൊക്കെ അലോയ്സ് ഇടാം, എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കല്യാണ പെണ്ണാകുമ്പോൾ ഈ വണ്ടി ഷെഡിൽ കിടക്കുമ്പോൾ, ഗരാജിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ സാധനം കാണുമ്പോൾ അപ്പുറത്ത് നോവ കിടക്കുന്നുണ്ട്. ഈ വണ്ടി നമ്മൾ നോക്കി ഇങ്ങനെ കൊള്ളാം. ഫസ്റ്റ് എടുത്ത വണ്ടി, അത് കിലോമീറ്ററിന് ഓടിയില്ല. പപ്പ വളരെ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടി. അങ്ങനെ ഈ വണ്ടി ഇഷ്ടപ്പെട്ട്, പെണ്ണിനെ ഇഷ്ടപ്പെട്ട്, കല്യാണമൊക്കെ ഫിക്സായി, എല്ലാം കഴിഞ്ഞ് നമ്മുടെ വില്ലനായിട്ട് 2018 നമ്മുടെ ഫ്ലഡ് വന്നു. ഈ ഫ്ലഡ് അറിയാമല്ലോ, നമ്മളുടെ കേരളം വിറപ്പിച്ച സംഭവം. പക്ഷേ മലയാളികൾക്ക് സംഭവം വലിയ, നമ്മൾ അപ്പം തന്നെ ഇത് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു. പക്ഷേ ഈ നമ്മുടെ ഈ ആലുവ ഭാഗം, ആ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ വെള്ളം കയറി. റോമയുടെ വീട്ടിലെങ്കിൽ പകുതി വെള്ളത്തിലായി. പിന്നെ റോമ ആ സമയത്ത് കല്യാണമൊക്കെ മാറ്റി വെക്കേണ്ടി വന്ന്. ആകെ അലമ്പായി കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പോളോ വെള്ളത്തിൻ്റെ, എനിക്കൊന്ന് ഈ ലെവൽ വരെയൊക്കെ വെള്ളമായി, ഡോറൊക്കെ തുറന്നു പോയി, അലമ്പായി. അങ്ങനെ വണ്ടി മൊത്തത്തിൽ പറഞ്ഞാൽ പോയി. അപ്പം ഭയങ്കര വിഷമമാണ്. ഭയങ്കര ആഗ്രഹിച്ചെടുത്ത വണ്ടി, ആ വണ്ടി ഭയങ്കര ഇതൊക്കെ എടുത്ത വണ്ടി, പെട്ടെന്ന് ഈ വണ്ടി അങ്ങനെ പോയപ്പോൾ പുള്ളിക്ക് ആകെ വിഷമം പോയി. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ പൈസക്ക് ഫ്ലഡൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചെളിയാണല്ലോ, ഫുൾ ചെളിയായി, വീട് മൊത്തം ചെളി, അലമ്പായി കാര്യങ്ങളൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെ നമ്മൾ റിട്ടേൺ വന്നു. പക്ഷെ വണ്ടി സെയിൽ ചെയ്യേണ്ടി വന്നു, കാരണം കിട്ടുന്ന പൈസക്ക് വണ്ടി കൊടുക്കേണ്ടി വന്നു. മനസ്സോടെ ഈ വണ്ടി അങ്ങനെ പോയി കയ്യിൽ നിന്ന്. ഒരാൾ വന്നിട്ട് വണ്ടി ആദ്യം ഫോക്സ് വാഗൻ്റെ ഷോറൂമിൽ കൊണ്ട് കുറേ നാൾ കിടന്നേച്ച്, അവിടെ നിന്നാണ് ആ ടീം വന്നിട്ട് വണ്ടി ഇപ്പോൾ വെറുതെ ഒരു വേസ്റ്റായി, കാരണം വെറുതെ ഒരു സാധനം. അങ്ങനെ ഈ വണ്ടി ഫോക്സ് വാഗൻ്റെ ഷോറൂമിൽ പോയി കുറേ നാൾ കിടന്ന്, അവിടെ നിന്ന് ഒരു ടീം വന്നിട്ട് ഒരു വില പറഞ്ഞിട്ട് അവർ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഈ ടീം എന്ത് ചെയ്ത് പപ്പയുടെ പേരിന്ന് മാറ്റമൊന്നുമില്ല. ഇയാൾ വേറൊരു ഫേമസ് ആയിട്ട് കളറുണ്ട് നമ്മുടെ പേപ്പറിലൊക്കെ വന്ന്, പുള്ളിയുടെ പേര് ഞാൻ പറയാറില്ല. ആ പുള്ളിക്ക് ഈ വണ്ടി വാടക ആയിട്ട് കൊടുത്തു. അങ്ങനെ ആ പുള്ളി ഒരു 10-12 പോളോയും ഒരു ബെൻസ് C ക്ലാസ്, E ക്ലാസ്, BMW 5 സീരീസ് ഒക്കെ പുള്ളി റെൻ്റ് ഔട്ട് ചെയ്തിട്ട് പുള്ളിയെ പിടിച്ചപ്പോൾ ഈ വണ്ടിയൊക്കെ പോയി, സ്റ്റേഷനിലേക്ക് പോയി. അപ്പം നമ്മൾ ഈ സംഭവം ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ 2018 ഫ്ലഡൊക്കെ കഴിഞ്ഞ് വണ്ടി സെയിലായി. 2024 ഒരു നവംബർക്ക് ആ സമയത്തൊക്കെ ഒരു ലെറ്റർ വന്നു, ഇങ്ങനെ വണ്ടി റിലീസായിരുന്നു. നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഈ വണ്ടി ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്ത വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ പോലീസുകാരൻ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ചേർത്തല സ്റ്റേഷനിൽ പറഞ്ഞ് വണ്ടി സെയിൽ ചെയ്ത്. അപ്പോൾ അവരോട് അത് മറ്റൊരിക്ക് വേണ്ട, കാരണം പേര് കിടക്കണത് എൻ്റെ പപ്പയുടെ പേര് കിടക്കണത്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ വണ്ടിയുടെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് ശവപ്പറമ്പിൽ കിടക്കുമ്പോൾ ഈ വണ്ടി കിടക്കണേ ഈ പോളോ. സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കാരണം വെച്ചെങ്കിൽ നമ്മൾ അത്ര ആഗ്രഹിച്ച്, നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിപ്രാന്തന്മാരെ സംബന്ധിച്ച് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി ഇവിടെ ഒരു മരക്കൊമ്പൊക്കെ വീണ് കിടക്കണ്, ഗ്ലാസ് പൊട്ടി, ആയ അലമ്പ്. വണ്ടി നമ്മളടുത്ത് വേണ്ട, ഉപേക്ഷിക്കാം. കാരണം വെച്ചെങ്കിൽ നമുക്ക് എടുത്താലും ഇനി പണിതാ ഒരു വേറെ പോളോ പണിയേണ്ട കാശോ, വേറെ പോളോ വാങ്ങേണ്ട കാശോ, അങ്ങനെ നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ മനസ്സിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു, വണ്ടി നോക്കിയിട്ടൊക്കെ നമ്മൾ തിരിച്ച് പോകുന്നു ഇങ്ങോട്ട്. പക്ഷെ പിന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വിളി വന്നു ശേഷം, നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോ, അത് ഇവിടെ ഇടാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പുള്ളിക്കാരൻ സ്റ്റേഷനിലെ ആൾക്കാർ പറഞ്ഞത് അതില്ല, നടപടിയാവില്ല, നിങ്ങൾ തന്നെ പറഞ്ഞത് എടുക്കണമെന്നുണ്ട്, നിങ്ങട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വണ്ടി കൈയും വെച്ചൊക്കെ പൊക്കിയെടുത്ത് ഞങ്ങൾ ആലുവ കൊണ്ടുവന്ന്
അവിടെ വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ചെറിയ തോതിലൊക്കെ ഒന്ന് പണിത് സെറ്റാക്കി. പക്ഷെ പണി ശരിയായില്ല. പിന്നെ ഫോക്സ് വാഗൺ ഷോറൂമിൽ കൊണ്ടുപോയി ഇങ്ങനെ പണിത് കുട്ടപ്പനാക്കി ഇപ്പം എടുത്തു വണ്ടി. അപ്പം ഈ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇപ്പോൾ വണ്ടി ഫുൾ റീസ്റ്റോർ ചെയ്ത് വണ്ടി പഴയ നമ്മുടെ പോളോ ആയിട്ട് തിരിച്ച് നമുക്ക് കിട്ടി. അതായത് പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ മനസ്സിൽ വണ്ടികളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമുക്കൊരു സാധനം നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ വിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഇപ്പം നമുക്ക് വിൽക്കേണ്ട അവസ്ഥ വന്ന് നമുക്ക് പൈസക്ക് ബുദ്ധിമുട്ട്, ചിലപ്പോൾ നമ്മുടെ വണ്ടി ഇഷ്ടമുള്ള വാഹനം ചിലപ്പോൾ കൊടുക്കും. നമ്മൾ മനസ്സില്ലാ മനസ്സോതി അങ്ങനെ ഒരു ഉള്ളിന് അയ്യോ സാധനം പോണേ ഉള്ളോന്നോർത്ത് കൊടുക്കുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും അത് തിരിച്ചു വന്നിരിക്കും. റീസെൻ്റ്ലി കുറേ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഷോർട്സൊക്കെ. ഒരു അങ്കിള് ഞാൻ ഒരു വീഡിയോ കണ്ടാണ്, ഒരു ബുള്ളറ്റ് പുള്ളി 30 കൊല്ലം മുമ്പ് വിറ്റ വണ്ടി പുള്ളിയുടെ മോൻ പുള്ളിക്ക് എടുത്തു കൊടുത്ത്. ആ വണ്ടി റിട്ടേൺ വന്ന് അതുള്ളതാണോ പ്രകൃതി നമ്മക്കൊണ്ട് തിരിച്ചു തരും. എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മ മനസ്സുവെച്ച് ആഗ്രഹിച്ചാലും ഈ സാധനം വരും. അങ്ങനെ ഈ സാധനം വന്നു. ഇപ്പം ഈ വണ്ടി നമ്മുടെ വീട്ടിലിങ്ങനെ പൊന്നാരം മുത്തായിട്ട് കിടക്കണം. റോണയും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അത് പറയാൻ കാരണമല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈ സാധനം തിരിച്ചു വരുമെന്ന്. പക്ഷെ വണ്ടി വന്നു. സംഭവം ഒരു 5-6 കൊല്ലം എടുത്തെങ്കിലും പയ്യൻ കറങ്ങി നടന്ന് എവിടെയൊക്കെ ജല്ലയെ പോയി, വെയിലും കൊണ്ട് മൂലൊക്കെ കിടന്ന്, മറ്റേ എന്താ വേസ്റ്റിൽ പോയി കിടന്ന്, ഗ്ലാസും പൊട്ടി അലമ്പായിട്ട് റിട്ടേൺ ഈ സാധനം തിരിച്ചു വന്നെങ്കിൽ ഈ വണ്ടിക്കും ഒരു ആത്മാവുണ്ട് അല്ലേ. വണ്ടിപ്രാന്തന്മാരെ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഓർത്തോ, സംഭവം ഉണ്ടാവും. കാരണം വണ്ടിക്കും ഉണ്ടാവും ആ ഒരു നമ്മളായിട്ടൊരു എഫെക്ഷൻ, ആ ഒരു സാധനം നമ്മൾ ഉണ്ടാവും. അങ്ങനെ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു RX-Z യമഹ. പണ്ട് +1 വെച്ചിട്ട് ഞാൻ എടുത്ത വണ്ടിയാണ്. വെറും 14,500 രൂപ എടുത്ത വണ്ടിയാണ് യമഹ RX-Z. ആ വണ്ടി ഞാൻ കണ്ടായിരുന്നു വൈപ്പിനിൽ. ഞാൻ ജമ്മു ചെന്ന് ചോദിച്ചു അതിൻ്റെ ഓണറിൻ്റെ അടുത്ത്, ഇപ്പുറത്തെ ഓണറിൻ്റെ അടുത്ത്. പുള്ളി വേണമെന്ന് റേറ്റ് എന്ന് വെച്ചെങ്കിൽ 1,80,000 രൂപ. ഞാൻ 14,000 രൂപ എടുത്ത വണ്ടിയാണ്. മനസ്സോടെ ഞാനും ഓർത്ത് വരും 30 രൂപ കൊടുത്ത് നമുക്കിനി ആ ബൈക്ക് വേണ്ട. വേറെ ഒന്നല്ല, 1,80,000 രൂപ കൊടുത്തിട്ട് വേണ്ട. 14,000 രൂപ കൊടുത്തെടുത്ത വണ്ടി ഞാൻ വിറ്റത് 30,000 രൂപ, 32,000 രൂപ ഞാൻ കൊടുത്ത്. ആ വണ്ടി ഇപ്പം പറഞ്ഞ റേറ്റ് 1,80,000 രൂപ. അത് ഞാൻ പിടിച്ച് പോട്ടെ. എന്നെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ വണ്ടി തിരിച്ചു വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സെല്ലാം മനസ്സത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വന്നേക്കും. അത് നിങ്ങളോട് പേടിക്കണ്ട. വണ്ടി ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, അപ്പം എപ്പോഴും ഒരു പോസിറ്റീവ് സാധനം ഉള്ളിൽ കിടക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,